ഹായ് കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു ഇസ്രയേൽ സ്റ്റൈലുള്ള ഒരു ഗ്രിൽഡ് ഫിഷാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ സൂപ്പറിൽ നിന്ന് ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സീൽ പാക്ക് ആയിട്ട് വരുന്ന ഫിഷാണ്. ഞാനാണെങ്കിൽ ഇതിലൊരു 6 പീസുണ്ട്, 6 പീസ് ഫിഷുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഗ്രിൽ ഫിഷ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നാട്ടിൽ ലഭ്യമാകുന്ന ഏത് ഫിഷ് വെച്ച് വെട്ടണേലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഒരു മിക്സ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ മിക്സിൽ മെയിനായിട്ട് ഞാൻ കടുകിൻ്റെ പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ ആണെങ്കിൽ എള്ളിൻ്റെ എണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണ വേറുള്ള ഓയിലുകൾ ഉപയോഗിക്കരുത്. പിന്നെ വെളുത്തുള്ളിയുടെ പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചും, ഒരു വലിയ 2 നാരങ്ങയുടെ നീര്, ഇതെല്ലാമാണ് ഈ മിക്സിൽ ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ മീനിൻ്റെ മസാല നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഇവിടെ ഒരു മസാല വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നാട്ടിൽ അത് മീൻ മസാല അങ്ങനെ ലഭിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കടുകിൻ്റെ പേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഇതാണ്. ഇതിവിടെ മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന കടുക് അരച്ച് ചേർക്കാം. അപ്പം ഈ മീനാണെങ്കിൽ നമുക്കൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് നന്നായി തന്നെ കഴുകി വൃത്തിയായി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുള്ളുകളെല്ലാം എടുത്ത് കളഞ്ഞ് വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് വലിയ ഇതായിട്ടൊന്നും വൃത്തിയാക്കാൻ ഇതിനകത്തൊന്നുമില്ല. അപ്പം നമുക്ക് ഇതൊന്ന് നന്നായി കഴുകി എടുക്കാം. നന്നായി കഴുകി തന്നെ എടുത്ത് വെക്കാം. അപ്പം വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് അപ്പച്ചൻ എൻ്റെ ഇടയിൽ വന്നിട്ട് ഓരോന്ന് പറയണം. അപ്പച്ചൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. ഇതൊക്കെ അപ്പച്ചൻ്റെ ജോലിയാണ്. അപ്പം ഞാനിന്ന് കൈയടത്തിയേക്കാണ് അടുക്കളയിൽ ഇത് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അപ്പച്ചൻ പറയുകയാണ്, മീൻ ഇങ്ങനെ ഇപ്പോൾ സ്കിന്നിൻ്റെ ഭാഗം, നമ്മുടെ ആ ചെതുമ്പലൊക്കെ ഉള്ള ഭാഗം അടി വരുന്ന രീതിയിൽ വെക്കണമെന്നാണ് അപ്പച്ചൻ പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ ഗ്രില്ലായി വരുമ്പോൾ ഇങ്ങനെ ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായി തന്നെ ആ ഒരു പൊസിഷനിൽ കിട്ടാൻ വേണ്ടിയാണ് അപ്പച്ചൻ അങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ നന്നായി അടുക്കി വെക്കുന്നുണ്ട്. നന്നായി തന്നെ നമ്മൾ ഇങ്ങനെ അത് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് നിയർ കെസഫ് എന്ന് പറയുന്ന ആ ഇതിൽ നമ്മൾ നന്നായി ഒരു ബട്ടർ പേപ്പർ വിരിച്ച് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിഷ് തയ്യാറാക്കുകയാണ്. ആ മിക്സ് നന്നായി കലക്കി ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായി അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പച്ചൻ വീണ്ടും വന്നിട്ട് അതെങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറയുക കേട്ടോ. അപ്പച്ചൻ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു അമ്മച്ചിമാരുടെ സ്വഭാവമാണ്. നമ്മൾ എന്ത് ചെയ്താലും അപ്പച്ചൻ അതിൻ്റെ അറ്റത്ത് വന്നിട്ട് അപ്പച്ചന് ചെയ്യണം. അപ്പച്ചൻ അടുക്കളയിൽ നിന്ന് വിട്ടു തരാനുള്ള ആഗ്രഹമുള്ള ഒരാളൊന്നുമല്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് ചെയ്തത്. അപ്പം നന്നായി ഞാൻ അതെല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി തന്നെ ഫിഷിലെല്ലാം ആ ഒരു പേസ്റ്റ് ഞാൻ നന്നായി തന്നെ സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം നമുക്കിത് തനൂറിൽ വെക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത് നന്നായി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചിപ്സിൻ്റെ കൂടെയോ പൊട്ടാറ്റോ ചിപ്സിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും ഒക്കെ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഞാനാണെങ്കിൽ തനൂർ പ്രീഹീറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ 200 ഡിഗ്രിയിലാണ് ഇത് തനൂർ പ്രീഹീറ്റ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ്സിന് താഴെ മതി. ഞങ്ങൾക്കിവിടെ ടൈമറില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ അത് നോക്കണം സമയം. ഇത് 200 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നമുക്ക് ഫിഷ് ഇതിൽ വെച്ചു ഒരു 10 മിനിറ്റിന് താഴെ മാത്രമേ ഇത് ഗ്രില്ല് ചെയ്യാവുള്ളൂ. ഓക്കെ, ഞാൻ അവിടെ ഒരു നോട്ടുണ്ടായിരുന്നു, അത് കാണിച്ചതാണ്. പക്ഷെ അത് നന്നായി ക്ലിയർ ആയിട്ടില്ല. അപ്പം നമുക്ക് തനൂറൊക്കെ നന്നായി പ്രീഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് വെക്കാം. ഫിഷ് ഞാനാണെങ്കിൽ തനൂർ പ്രീഹീറ്റ് ചെയ്യുന്ന സമയം മാത്രമാണ് ഇത് പുറത്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ നേരത്തെ ഒന്നും പുരട്ടി നേരത്തെ മണിക്കൂറുകളും മുമ്പ് വെക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇത് നമ്മൾ പ്രീഹീറ്റായ തനൂറിലേക്ക് ഒരു മിഡിൽ ആയിട്ട് നമ്മൾ വെച്ചു. നമ്മൾ ഫിഷ് അധികം കുക്കാവരുത് എന്ന് പറയുന്നത്, ഫിഷ് അധികം കുക്കായി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റാവും. നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ പോലും ഇതൊരു ജ്യൂസി ടൈപ്പിലാണ് ഫിഷ് വരുന്നത്. നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റാണ്. ഓയിലും ആ മസാലയെല്ലാം നന്നായി ജ്യൂസി ആയിട്ടാണ് കിടക്കുന്നത്, നന്നായി തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജ്യൂസി ടൈപ്പാണ് നമുക്ക് ഫിഷ് വേണ്ടത്. ഓവർ കുക്കായിട്ട് ടൈറ്റ് ആകരുത് ഫിഷ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് പാസ്തയുടെ കൂടെയും
നമുക്കൊരു സലാഡും ഒക്കെ ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഉച്ചക്കത്തെ ഫുഡാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, നിങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും വരെയും ബായ്. കഴിച്ചിട്ട് വരാവേ.